ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പരിപ്പുവട ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടത് നമ്മുടെ കുഞ്ഞുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-6 നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി എല്ലാം വെക്കുക. അതുപോലെ പച്ചമുളക് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 2 എണ്ണമാണ്. 2 എണ്ണം അരിഞ്ഞ് വെച്ചേക്കാണ്. അതുപോലെ കുറച്ച് കറിവേപ്പില, അതുപോലെ ജിഞ്ചർ, ഇഞ്ചി നമ്മൾ ഇതിനകത്തേക്ക് കൂട്ടി ശരിയാക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ഇവിടെ കുറച്ച് സവോള എടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ ഉള്ളിയുടെ ലഭ്യത കുറവായതുകൊണ്ട് കുറച്ച് സവോളയും കൂടിയാണ് ഞാൻ ചേർക്കുന്നത്. ഉള്ളി തന്നെ ചേർക്കണമെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. പക്ഷെ ഞാനിവിടെ 2 ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ പീസ് പരിപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ പരിപ്പുവട സാധാരണ ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും. ഇനി അറിയാത്തവരൊക്കെ ഒന്ന് നോക്കുക. പീസ് പരിപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിത് 8 മണിക്കൂർ ഇത് കുതിരാനിട്ടിട്ട് എടുത്ത് റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അരയരുത്. മിക്സിയുടെ ജാർ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പരിപ്പുവടക്കുള്ള കൂട്ട് റെഡിയാക്കാനായിട്ട് എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാനിത് വെള്ളം ചേർക്കാതെയാണ് പൾസ് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാണ് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഷേപ്പിൽ പരത്തി എണ്ണയിലിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് പൾസ് ചെയ്ത് നമ്മുടെ പരിപ്പുവടയുടെ കൂട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഏതാണ് ഇങ്ങനെയാണ് കിട്ടിയത്. ഒരു 3-4 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിന് ഇത് കുതിർത്ത് നമ്മൾ അരക്കാൻ ഇടുന്നതിന് മുമ്പ് കുറച്ച് പരിപ്പെടുത്ത് മാറ്റി ചെറിയൊരു പൊടി എടുത്ത് മാറ്റി വെച്ചാൽ മതി. അത് നമ്മൾ ഈ കൂട്ടൊക്കെ റെഡിയാക്കി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കടിക്കാനൊക്കെ ഈ ഒരു പരിപ്പിൻ്റെ നല്ല ഫീലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു പൊടി ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ കൂട്ട് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അതൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മളിവിടെ പച്ചമുളക് ഇടുന്നുണ്ട്. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇതിൻ്റെ നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഞാനിതിൽ ചേർക്കുന്നത് നമ്മുടെ കായപ്പൊടിയില്ല, അതൊരു കുറച്ച് മതി. 1/4 ടീസ്പൂൺ പോലും വേണ്ട. അത് കുറച്ച് ചേർക്കുക ഇതിലേക്ക്. അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണേ. അതും കൂടി ഇട്ട് ഉണ്ടാക്കിയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിനുള്ള പൊടി കൂടി ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അടുപ്പിൽ എണ്ണ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കുക. ഇതിന് ക്രിസ്പിനെസ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ അങ്ങനെ ഒന്ന് ചേർത്ത് നോക്കണേ. ഞാനിതിനകത്ത് എന്തായാലും 2 ടേബിൾ സ്പൂണാണ്, വലിയ സ്പൂണാണ്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കുഴച്ചെടുക്കും. 2-3 കഷ്ണം പട്ടൽമുളക് കൂടി ചേർത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും. ചില ചായക്കടയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കില്ലേ, നമുക്ക് നമ്മൾ തട്ടുകടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അതും കൂടി ചേർത്തിൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വറ്റൽമുളക് കിട്ടിയാണ്. അതുകൊണ്ട് എനിക്കിഷ്ടം അങ്ങനെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടി ഇതാക്കുന്നത്. നമുക്ക് റെഡിയാക്കിയിടാം. ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് I've been waiting.
loved one. You gon' be my only, only. I can see that you are watching. I'ma make you fall in love. Just step back and watch me work, 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 daddy. Watch me while I work, work, work. Yeah, now let me do my work, 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 daddy. Watch me while I work, 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 daddy. So tell me that you need it, only if you mean it. You'll be like. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പരിപ്പോടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം റെഡിയാക്കി നമ്മളൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ പാകത്തിന് വെച്ചേക്കാണ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ കാപ്പിയൊക്കെ കൂടെ കൂട്ടി, അതുപോലെ വൈകുന്നേരം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞൊരു ചായയോ കട്ടൻ കാപ്പിയോ ഒരു പരിപ്പോടയും കൂടിയൊക്കെ അടിക്കുമ്പോൾ അടിപൊളിയായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടാകും, എന്നാലും ഒന്ന് ട്രൈ ചെയ്തോളൂ. ഓക്കെ. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കുഞ്ഞൻ ഇതാ ചായയും പരിപ്പോടയും കൂടി കൊടുത്തിട്ടുണ്ട്. കുഞ്ഞൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കഴിച്ചിട്ട് വേണം അഭിപ്രായം പറയാനായിട്ട്. കുഞ്ഞാ, എങ്ങനെയുണ്ട്? ഇത് സൂപ്പറാണ് മമ്മ. ഇത് ഭയങ്കര ക്രിസ്പിയാണ്. ഇത് സെറ്റാണ്. അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. താങ്ക് യു.